ഹായ് ഹലോ, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നാളികേരം ചേർക്കാതെ തിക്കായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അതിനുവേണ്ടി ഒരു കുക്കറിലേക്ക് തലേദിവസം സോക്ക് ചെയ്ത കടല, ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത്, ടൊമാറ്റോ സ്ലൈസ് ചെയ്തത്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കോക്കനട്ട് ഓയിൽ, ആവശ്യത്തിനുള്ള വെള്ളം എന്നിവ ചേർത്തിട്ട് കുക്കർ അടച്ചു വെച്ച് ഒരു 5 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കും. ഈ സമയം ഇതുപോലെ ഒരു ഇടിക്കല്ലിലേക്ക് കുറച്ച് പെരിഞ്ചീരകം, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് എന്നിവ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. 5 വിസിലിന് ശേഷം നമ്മൾ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഒരു പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റിന് ശേഷം സവാള ചെറുതായി ചോപ്പ് ചെയ്തത്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കശ്മീരി മുളക് പൊടി, എരിവെള്ള മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്തിട്ട് പൊടികളുടെ പച്ചച്ചോ മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കും. പൊടികളുടെ പച്ചച്ചോ മാറി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടൊമാറ്റോ ചോപ്പ് ചെയ്തതും വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ടൊമാറ്റോ സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തിട്ട് ടൊമാറ്റോ സോഫ്റ്റ് ആയി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചൂടാറിയ ശേഷം ഇതിൽ നിന്നും കുറച്ച് കടല ഒരു മിക്സി ജാറിലേക്ക് വെള്ളത്തോട് കൂടെ ആഡ് ചെയ്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ബാക്കിയുള്ള കടലയും അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയിലേക്ക് മിക്സ് ചെയ്തിട്ട് തിളച്ച് വരുമ്പോൾ ഇതിന് മേലെയായിട്ട് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.